My world's so bright, it's hard to breathe, but that's alright. Hush. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെബീസ്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് മീഷോ എന്ന ആപ്ലിക്കേഷൻ്റെ ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ്. ആ അപ്ഡേറ്റിൽ നമുക്ക് 50 രൂപ വെച്ച് ഏൺ ചെയ്തുകൊണ്ടായിരിക്കാം. ആ പൈസ വെച്ച് നമുക്ക് സാധനങ്ങൾ ഫ്രീ ആയിട്ട് വാങ്ങുകയും ചെയ്യാം. ഞാനൊരു പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുന്ന ഒരു ട്രിക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് മീഷോ എന്നാണ്. ഇതൊരു റീസെല്ലിംഗ് ആപ്ലിക്കേഷനാണ്. അതായത് നമുക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്, റീസെല്ലിംഗ് ആപ്ലിക്കേഷനാണ് ഈ മീഷോ എന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ മീഷോ എന്ന ആപ്ലിക്കേഷൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മൾ ഡെയിലി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് അവർ 50 രൂപ വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ 50 രൂപ വെച്ച് കിട്ടുന്ന ട്രിക്കാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് സ്പോട്ടിൽ ലഭിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ മീഷോ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. മീഷോ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർവൈസർ കിട്ടുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഒരു OTP സെൻഡ് ആവുന്നതാണ്. OTP അടിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഒക്കുപ്പേഷനും നിങ്ങളുടെ ഏജും ചോദിക്കുക. അത് കൊടുത്തു കൊടുത്താൽ പിന്നെ ഇതുപോലത്തെ ഇൻ്റർവൈസ് കിട്ടും. അതിന് ശേഷം ഇവിടെ ഈ മൈ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതുപോലത്തെ ഒരു നിങ്ങളുടെ പേജും OTP ഒക്കെ അടിച്ച് കൊടുത്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുത്താൽ സബ്മിറ്റ് എന്ന് കൊടുത്താൽ ഇതുപോലത്തെ ഒരു ഇൻ്റർവൈസ് ആയിട്ട് കിട്ടുക. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എൻ്റെ റെഫറൽ കോഡ് എന്നൊരു ഇത് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇല്ല. ഇവിടെ ഒരു എൻ്റെ റെഫറൽ കോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആയിട്ടൊരു റെഫറൽ കോഡിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ എൻ്റെ റെഫറൽ കോഡ് നിങ്ങൾ തെറ്റാതെ തന്നെ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് സൈനപ്പ് ചെയ്തതിന് ശേഷം എൻ്റെ റെഫറൽ കോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എൻ്റെ റെഫറൽ കോഡ് കൊടുക്കുക. ഇനി ഞാൻ അൺലിമിറ്റഡ് ട്രിക്ക് പറയാൻ പോകുന്നത്. അൺലിമിറ്റഡ് ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 50 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ഇനി കാണിച്ചു തരാം. ഞാൻ മീഷോ ക്രെഡിറ്റ്സ് എന്ന ഇത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ എനിക്കിവിടെ 100 രൂപ കാണാൻ സാധിക്കുന്നതാണ്. ഈ 100 രൂപ എനിക്ക് കിട്ടിയത് ഡിസംബർ 11 ഡിസംബർ 13 എനിക്ക് 50 രൂപ വെച്ച് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസം എനിക്ക് ആണെങ്കിൽ ഇനിയും പൈസ ക്രെഡിറ്റ് ആവും. അപ്പോൾ നമുക്ക് 50 രൂപ വെച്ച് ഇങ്ങനെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു സാധനം പോലും ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് തന്നെ ഫസ്റ്റ് ഓർഡർ ക്രെഡിറ്റ് ഫോർ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ 50 രൂപ ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആഡ് ആവുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മീഷോ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ തീർച്ചയായും ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം മീഷോ എന്ന് സെർച്ച് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മീഷോ എന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ്. ഞാനിവിടെ മീഷോ എന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ മുകളിലായി ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നതാണ് മീഷോ എന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും ഫിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡെയിലി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡിസിഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊരു ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ഉപകാരമാകും. അപ്പോൾ അതായത് ഇതിൽ സാധനങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും, കുറഞ്ഞ വിലയുള്ള സാധനങ്ങൾക്ക്. അപ്പോൾ എൻ്റെ റെഫറൽ കോഡ് എൻ്റർ ചെയ്താലുള്ള ഉപകാരം വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇതിലൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ റെഫറൽ കോഡ് കൊടുത്താണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിലൊരു ഓർഡർ സെക്ഷൻ കാണാൻ സാധിക്കും. ഞാൻ ഇതിൽ ഷൂ ജസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒരു മാർവൽ അതായത് മാൻ ഷൂ, കാഷ്വൽ ഷൂ എന്ന് കാണാം. പക്ഷേ അതിൻ്റെ വില കാണാൻ സാധിക്കുന്നതാണ് 494 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റെഫറൽ കോഡ് കൊടുത്തത് കൊണ്ട് തന്നെ എനിക്ക് 197 രൂപ മൈനസ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റെഫറൽ കോഡ് കൊടുത്ത് നിങ്ങളൊരു സാധനം ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 197 രൂപയോ 200 രൂപയോ മൈനസ് ആയി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ 494 കൊടുക്കേണ്ടയിടത്ത് എനിക്ക് 298 മാത്രം കൊടുത്താൽ മതി. അതിൽ നിന്ന് 198 രൂപ അവർ മൈനസ് ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ 200 രൂപക്ക് അടുത്ത് എൻ്റെ റെഫറൽ കോഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ റെഫറൽ കോഡ് കൊടുത്തപ്പോൾ എനിക്കൊരു 200 രൂപക്ക് അടുത്ത് ഈ സാധനത്തിൻ്റെ വില കുറഞ്ഞ് കിട്ടി. അതുപോലെ തന്നെ നിങ്ങൾക്കും 200 രൂപയുടെ അടുത്ത് തന്നെ സാധനത്തിൻ്റെ വില കുറഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അപ്പോൾ അതിൻ്റെ സാധനത്തിൻ്റെ വില കുറഞ്ഞു കിട്ടും. അപ്പോൾ എൻ്റെ റെഫറൽ കോഡ് കൊടുക്കുക. തീർച്ചയായിട്ടും എൻ്റെ റെഫറൽ കോഡ് കൊടുത്താൽ നിങ്ങൾ ഇതിൽ നിന്ന് എന്തെങ്കിലും സാധനം ജസ്റ്റ് എയർഫോണോ ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഷൂവോ അല്ലെങ്കിൽ ഡ്രസ്സോ എന്തെങ്കിലും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അതായത് 200 രൂപ മൈനസ് ആയിട്ട് ബാക്കി പൈസ മാത്രം നിങ്ങൾക്ക് കൊടുത്താൽ മതി. പിന്നെ ഡെയിലി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ 50 രൂപ വെച്ച് ക്രെഡിറ്റ് ആവുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ്സ്. ഞാൻ 2 റെഫറൽസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 റെഫറൽസിന് എനിക്ക് 100 രൂപ കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ റെഫർ ചെയ്യേണ്ട ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് റെഫർ ചെയ്യേണ്ട ട്രിക്ക്, അൺലിമിറ്റഡ് ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന ട്രിക്ക് ഉണ്ട്. നമ്മൾ 10 പേരായിട്ട് റെഫർ ചെയ്താൽ നമുക്ക് 250 രൂപ വരെ ഇതിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ റെഫർ ചെയ്യേണ്ട ട്രിക്ക് എൻ്റെ റെഫറൽ എൻ്റെ ആണ് ഓപ്ഷൻ കാണാൻ സജസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം മേക്ക് എ റെഫറൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മേക്ക് എ റെഫറൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഷെയറിംഗ് ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഷെയറിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കോപ്പി ലിങ്ക് അല്ലെങ്കിൽ വാട്സപ്പ്. ഞാൻ വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. വാട്സപ്പിലെത്തിയിട്ട് നമ്മളൊരു കോണ്ടൻറ്റ് ഷെയർ ചെയ്യണം. ഞാനിപ്പോൾ ഒരു കോണ്ടൻറ്റ് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ റെഫറൽ കോഡ് ഇവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ അടിയിലായിട്ട് കാണാൻ സാധിക്കുന്ന നമ്മുടെ റെഫറൽ കോഡ്. ഇതാണ് എൻ്റെ ഇപ്പോൾ റെഫറൽ കോഡ് IDU എന്ന് കാണുന്ന യൂസ് റെഫറൽ കോഡ് ജസ്റ്റ് കാണാൻ സാധിക്കും. ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ റെഫറൽ കോഡ് മാത്രം, നമ്മുടെ റെഫറൽ കോഡ് മാത്രം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് IDU
HZ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങുന്നതാണ് നമ്മുടെ റഫറൽ കോഡ്. ജസ്റ്റ് അത് മാത്രം കോപ്പി ചെയ്തെടുക്കുക. ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ റഫറൽ കോഡ് മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ബാക്കിയുള്ളതൊക്കെ റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ റഫറൽ കോഡ് ജസ്റ്റ് മെയിൻ അക്കൗണ്ടിൻ്റെ റഫറൽ കോഡ് ഷെയർ ചെയ്തതിന് ശേഷം വാട്സപ്പിലോട്ട് ഷെയർ ചെയ്യുക. വാട്സപ്പിലോട്ട് ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റഫറൽ കോഡ് മാത്രം ഒന്ന് ഷെയർ ചെയ്തിടുക. ഷെയർ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പാരലൽ സ്പേസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾ പാരലൽ സ്പേസ് ലൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെറ്റിംഗ്സ് പോയതിന് ശേഷം ക്ലിയർ ഡാറ്റ കൊടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി ക്ലിയർ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ഡാറ്റ കൊടുത്തതിന് ശേഷം പാരലൽ സ്പേസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അതിനുശേഷം ഇവിടെ മീഷോ എന്ന ആപ്ലിക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. മീഷോ എന്ന ആപ്ലിക്കേഷൻ ആഡ് ചെയ്തതിന് ശേഷം മീഷോ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ആഡ്സ് ഒക്കെ വരുമ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങളൊരു ഇന്ത്യൻ നമ്പർ ചോദിക്കും. ഇന്ത്യൻ നമ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ USA നമ്പർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ USA നമ്പർ ഇപ്പോൾ വർക്കാകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ USA നമ്പർ കൊടുക്കുന്നവരാണെങ്കിൽ ഇതിലോട്ട് അടിയിൽ സ്ക്രോൾ ചെയ്തതിന് ശേഷം നിങ്ങൾ കോഡ് ചേഞ്ച് ചെയ്യണം. USA നമ്പർ ആക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ USA നമ്പർ നിങ്ങളുടെ സെക്കൻഡ് ലൈൻ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. സെക്കൻഡ് ലൈൻ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിൽ നിന്ന് USA നമ്പർ ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യൻ നമ്പർ വെച്ചാണ് ഇത് സൈനപ്പ് ചെയ്യുന്നത്. നിങ്ങൾ US നമ്പർ വെച്ച് സൈനപ്പ് ചെയ്ത് നോക്കുക. അത് പറ്റുന്നില്ലെങ്കിൽ ഇന്ത്യൻ നമ്പർ വെച്ച് തന്നെ സൈനപ്പ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലുള്ള മറ്റേതെങ്കിലും നമ്പർ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ നമ്പർ വെച്ച് ഞങ്ങൾ സൈനപ്പ് ചെയ്യുക. ഞാനിപ്പോൾ US നമ്പർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് US നമ്പർ ജസ്റ്റ് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സൈനപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഇന്ത്യൻ നമ്പർ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെ നമ്പർ വെച്ച് സൈനപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഐ ഹാവ് ഓൾറെഡി മീഷോ എന്ന് അടിയിലായിട്ട് കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യും ഇതുപോലത്തെ ഒരു പേജ് കിട്ടുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏജ് ചോദിക്കും. ഏജ് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ ചോദിക്കുന്നതാണ്. ഫീമെയിലാണോ മെയിലാണോ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇത് ചോദിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ഒക്കുപേഷൻ ചോദിക്കുന്നതാണ്. ഒക്കുപേഷൻ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ് സ്റ്റുഡൻറ്റ് കൊടുക്കുക. ടീച്ചറാണ് ടീച്ചർ കൊടുക്കുക. എന്തെങ്കിലും കൊടുക്കുന്നതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. ആദ്യമായിട്ട് സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെയാണ് സൈനപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ട്രിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം സൈനപ്പ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ പേജ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിൻ്റെ റഫറൽ കോഡും എല്ലാം ഒറിജിനൽ കൊടുക്കുക. വീണ്ടും നിങ്ങൾ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒക്കുപേഷൻ ഒക്കെ ഫേക്കായിട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ റഫറൽ കോഡ് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ എൻ്റെ റഫറൽ കോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നിങ്ങൾ എൻ്റെ റഫറൽ കോഡ് കൊടുക്കുക. അതായത് നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് ആദ്യമായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ റഫറൽ കോഡ് കൊടുക്കുക. അവിടെ ഓപ്ഷൻ വന്നാൽ ഉടൻ തന്നെ എൻ്റെ റഫറൽ കോഡ് കൊടുക്കുക. വീണ്ടും നിങ്ങൾ ഹാക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിൻ്റെ റഫറൽ കോഡ് വാട്സപ്പിലോട്ട് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നേരത്തെ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റഫറൽ കോഡ് നിങ്ങൾ കോപ്പി ചെയ്തിടുക. കോപ്പി ചെയ്തതിന് ആ റഫറൽ കോഡ് മാത്രം കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷനിലോട്ട് വരിക. അതായത് മീഷോ ആപ്ലിക്കേഷനിലോട്ട് ഹാക്ക് ചെയ്ത മീഷോ ആപ്ലിക്കേഷനിലോട്ട് വന്നതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിലോട്ട് കുറച്ച് പൈസ ആഡ് ആകുന്നുണ്ട്. 50 രൂപ വെച്ച് ആഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. 50 രൂപ ഇപ്പോൾ തന്നെ ആഡ് ആകുന്നില്ല. റഫറലിൻ്റെ ഞാനിപ്പോൾ ഓൾറെഡി 2 റഫറൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 റഫറൽസ് ഇവിടെ കാണാൻ സാധിക്കും. 2 റഫറൽസ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി 2 റഫറൽസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ആ 2 റഫറൽസിന് 10 ആദ്യം കിട്ടിയിരുന്നത്. ഇപ്പോൾ 50 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അവർ കമ്പനി പറയുന്നത്. അതായത് 50 രൂപ വെച്ച് ഓരോ റഫറൽസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റെഫറൽസ് ബോണസ് ആഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊരു സാധനം ജസ്റ്റ് ഓർഡർ ചെയ്തിട്ടാൽ മതി. അപ്പോൾ നിങ്ങൾ ഇതിൽ എന്തെങ്കിലും സാധനം ജസ്റ്റ് ഓർഡർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുമ്പോഴും നിങ്ങൾ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്തിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലൊരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഫറൽ ബോണസ് ആഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ സാധനം എന്തെങ്കിലും വാങ്ങിയിടുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കമ്മീഷനും കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് പൈസ ഷോർട്ടായി കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇതിനെ വെച്ച് വീഡിയോ വേണ്ടി കാണാം. സോ ബൈ.